ജനങ്ങൾക്കറിയാനുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചപ്പോൾ സൗകര്യമില്ല എന്നാണ് വാഹനത്തിനകത്ത് കയറിയിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. ഇവിടെ വളരെ ന്യായമായിരുന്നു പ്രശ്നം. ഒന്ന്, BJP സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രമന്ത്രിയെ തിരുത്തി. കേന്ദ്രമന്ത്രിയുടെ നിലപാടല്ല BJP സംസ്ഥാന ഘടകത്തിനുള്ളത്. മുകേഷ് രാജിവെക്കണം, മുകേഷിനെ ഉൾപ്പെടുത്തി കോൺക്ലേവ് നടത്താൻ പാടില്ല, മുകേഷിനെതിരായ സമരം തുടരും. ഇന്നലെ യുവമോർച്ച മുകേഷിന്റെ വീട്ടിലേക്ക് വലിയ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അവിടെ പോലീസുമായി ഉന്തും തള്ളുമൊക്കെ ഉണ്ടായതാണ്. BJP ഈ വിഷയത്തിൽ സമരരംഗത്താണെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിക്ക് എക്കാര്യത്തിൽ ഒരു വ്യത്യസ്ത നിലപാടുണ്ടായി. അത് പാർട്ടിയുടെ നയമല്ല, അത് BJPയുടെ നയമല്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. അതിലെന്താണ് കേന്ദ്രമന്ത്രിക്ക് മറുപടി പറയാനുള്ളത്, പ്രതികരിക്കാനുള്ളത് എന്നൊരു ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ഉയർത്തിയത്. ചലച്ചിത്ര മേഖലയിലെ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ ഒന്നിലധികം ആളുകളുടെ മൊഴിയും പരാതിയും ഇപ്പോൾ MLA കൂടിയായ മുകേഷിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ് കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ്. ആ ഘട്ടത്തിൽ എന്താണ് നിലപാട് എന്ന് ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഉള്ള വളരെ രോഷാകുലനായ ഒരു കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കാണുന്നത്. എന്തായാലും അതിൽ BJP സംസ്ഥാന ഘടകത്തിന് എന്തായാലും ഒരു അഭിപ്രായം പറയാൻ കാണും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ തർക്കം, ഈ ചർച്ച അവസാനിക്കുന്നില്ല, അത് മറ്റൊരു തലത്തിലേക്ക് കൂടി മാറുന്നുണ്ട്. കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ ആ നിലയ്ക്ക് കൂടി ചർച്ചയാവുകയാണ്. സൂരജ് തുടരുന്നുണ്ട് രാമനിലയത്തിന് മുന്നിൽ. സൂരജ്, ഇനിയിപ്പോൾ അവിടെ BJP പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഈ കേന്ദ്രമന്ത്രി എത്തുമ്പോൾ രാമനിലയത്തിൽ BJP യുവമോർച്ച പ്രവർത്തകരൊക്കെ എത്താറുണ്ട്, ജില്ലാ നേതാക്കളൊക്കെ എത്താറുണ്ട്, സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ B ഗോപാലകൃഷ്ണനെ പോലുള്ള സംസ്ഥാന നേതാക്കളൊക്കെ തൃശ്ശൂരാണുള്ളത്. അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? അവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നോ ഈ കുപിതനായി, രോഷാകുലനായി മാധ്യമങ്ങളെ തള്ളിമാറ്റി, ഒരു മാധ്യമപ്രവർത്തകനെ തള്ളിമാറ്റി സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം? വിജയകുമാർ, BJPയുടെ പ്രവർത്തകരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സുരേഷ് ഗോപി ഇവിടെ എത്തുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ ഒപ്പം ഉണ്ടാവുക BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മാത്രമാണ്. ആ ജില്ലാ വൈസ് പ്രസിഡന്റ് മാത്രമാണ് പാർട്ടി ചുമതലയായി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹായികൾ ഉണ്ടാവാറുണ്ട്, അവരാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. തീർത്തും ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ സുരേഷ് ഗോപിയുടെ കയ്യേറ്റ ശ്രമം ഉണ്ടായതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഈ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നു. താഴേക്ക് വരുന്ന സമയത്ത് നമ്മളൊക്കെ ഈ വലത്തുവശത്ത്, അതായത് ആ വലത്തുവശത്ത് ഇപ്പോൾ ട്രൈപോഡുകളുണ്ട്. ആ ട്രൈപോഡ് ഇരിക്കുന്ന ഭാഗത്താണ് നമ്മളും എല്ലാവരും ട്രൈപോഡ് വെച്ചിരുന്നത്. അങ്ങനെയാണ് സുരേഷ് ഗോപി നടന്നു വരുന്നു. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്ന് ഈ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്താണ് അങ്ങയുടെ ഇതിൽ പ്രതികരണം? കാരണം സുരേഷ് ഗോപി രാവിലെ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒരു തിരുത്തുണ്ടോ എന്നത് മാത്രം, അതിലൊരു വിശദീകരണം തേടുക എന്നുള്ളതായിരുന്നു നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തി സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ തിരക്കുന്നത്. പക്ഷേ ആ സമയത്താണ് ഈ കാറിലേക്ക് കയറുന്നതിന് മുൻപ്, ഈ ഡോറ് തുറക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപി കൈയെടുത്ത് ഈ മാധ്യമപ്രവർത്തകരെ ആകെ ഒന്നടങ്കം ഇങ്ങനെ തള്ളുന്നു. ആ സമയത്ത് മുന്നിലുണ്ടായിരുന്നത് മാധ്യമപ്രവർത്തകന്റെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വയറ്റിൽ പിടിച്ച് തള്ളുകയായിരുന്നു. എല്ലാവരും പുറകോട്ട് പോകുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത് കഴിഞ്ഞ് ഈ കാറിൽ കയറി ഈ വാതിൽ വലിച്ചടയ്ക്കുന്നു. ആ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഡോർ അടച്ചു കഴിഞ്ഞിരുന്നു, ഈ ഗ്ലാസ് പോലും താഴ്ത്തിയില്ല. ആ സമയത്ത് മുൻവശത്തെ ഡോർ തുറന്നു കിടക്കുന്ന സമയത്താണ് നമ്മൾ കൃത്യമായി സുരേഷ് ഗോപി നമുക്ക് തരുന്ന മറുപടി കേൾക്കുന്നത്. ഈ ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി പറയുന്നത് സൗകര്യമില്ല പറയാൻ എന്നുള്ളതായിരുന്നു. ഈ MP കൂടിയായിട്ടുള്ള, കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്നുള്ളതാണ്.